ഹലോ, വെൽക്കം ടു മലസ് FoodArt. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ഐറ്റമാണ്, ഒരു പറാട്ടയാണ്. അപ്പം പറാട്ട ഒരുപാട് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് വീട്ടിൽ കിട്ടുന്ന കുറച്ച് സാധനം വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറാട്ട ഉണ്ടാക്കാൻ പറ്റുന്നത് നോക്കാം. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് തൈര് വെച്ചിട്ടാണ്. അപ്പം തൈര് വെച്ച് ഒരു കേർഡ് മസാല പറാട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മളുടെ പറാട്ട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3 കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഗോതമ്പൊടി എടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കും. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗോതമ്പൊടി എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി 2 കഷ്ണം ഇഞ്ചി, ചെറിയ 2 കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് തൈരാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ബൗളിൽ തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ്, പുളിയൊന്നും അധികം ഇല്ലാത്ത തൈരാണ്. മിൽക്കി മിസ്റ്റിൻ്റെ ഒക്കെ തൈരാണെങ്കിൽ കുറച്ചുകൂടെ പുളി കുറവായിരിക്കും നമ്മളല്ലാതെ വാങ്ങുന്നതിനെക്കാട്ടിലും. അപ്പോൾ ഇത് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ മല്ലിയില ഒരു ചെറിയൊരു ബൗള് മല്ലിയിലയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഗോതമ്പൊടി എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. കൂടുതൽ എടുക്കുന്നതനുസരിച്ച് മസാലയെല്ലാം ആ ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കാം. പിന്നെ ഒന്ന് സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആദ്യം നമുക്ക് തൈരൊക്കെ ഒന്ന് മിക്സായി വരാൻ. ഇനി അതിലേക്ക് ഞാൻ വാം വാട്ടറാണ് ഒഴിക്കുന്നത്. അപ്പം നമുക്ക് വാം വാട്ടർ ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല സോഫ്റ്റും പിന്നെ വേറൊരു ടേസ്റ്റും കൂടാണ് നമുക്കിതിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡയറക്റ്റ് പച്ചവെള്ളം ഒഴിച്ചതിനെക്കാട്ടിലും ചെറിയതായിട്ട് വെള്ളം ചൂടാക്കണേ. ഒരുപാട് തിളച്ച് പോകരുത് വെള്ളം. അപ്പോൾ ഞാൻ ചെറിയ ചൂടിൽ വെള്ളം എടുക്കുക. അത് നമുക്ക് കുറച്ച് ഇതിൽ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് കൊടുക്കാം. വെള്ളം എല്ലാം കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കരുത്. നമുക്ക് ഇതൊന്ന് ഇളക്കി മിക്സ് ആവുന്നിടം വരെ നമുക്ക് വെള്ളം കുറേശ്ശെ വേണ്ടുന്നതനുസരിച്ച് കൊടുക്കുക. അല്ല ഒരുപാട് വെള്ളം നമ്മൾ നേരത്തെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് നമുക്ക് മാവ് കറക്റ്റ് കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്കിതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വേണം നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാൻ. നമുക്കിങ്ങനെ അകത്തോട്ട് ഇങ്ങനെ വെച്ച് കണ്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ എടുത്ത് അകത്തോട്ടിങ്ങനെ വെക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ ഈ മാവ് കുഴയ്ക്കുന്നതിലാണ് നമുക്ക് ആ സോഫ്റ്റ്നെസ് കൂടുതൽ കിട്ടുന്നത്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കണം, വെള്ളം അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഈ 1 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കരുത്. കുറേശ്ശെ വേണ്ടുന്നതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഏകദേശം മാവൊന്ന് കറക്റ്റായിട്ട് വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. നമുക്ക് ഒരുപാട് വെള്ളം ചേർക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതാ പറയുന്നത്, നമ്മൾ വെള്ളം ഒഴിക്കുമ്പം കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ മാവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ഗ്ലാസ് ബൗളിൽ ഇതൊന്ന് ഞാനൊരു 1 hour വെക്കുവാണ്. അപ്പോൾ 1 hourന് ശേഷമാണ് ഞാനിപ്പം ഇതെടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്. അപ്പോൾ നമ്മൾ ഓയിലും പിന്നെ തൈരും ഒക്കെ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ്നെസ്സാണ്. പിന്നെ ഈ വാം വാട്ടർ ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരുന്നത്. നമ്മൾ ഈ പച്ചവെള്ളം യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി സോഫ്റ്റ്നെസ് കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ വേറെ കുറച്ച് ഗോതമ്പ് പൊടിയിലൊന്ന് മുക്കിയിട്ടാണ് പരത്തുന്നത്. നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ പരത്തുന്നത്. അപ്പോൾ ഇതൊന്ന് റൗണ്ടായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഇത്രയും റൗണ്ട് ആയതിന് ശേഷം നമുക്കിതൊന്ന് സ്ക്വയർ
ടൈപ്പിലൊന്ന് പരത്തിയെടുക്കുക. അപ്പം നമ്മൾ 2 സൈഡിൽ നിന്നും ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തു. പിന്നെ അതേപോലെ നമുക്ക് ഇതേപോലെ 4 സൈഡും ഇങ്ങനെ ആക്കി. ഇനി നമുക്കൊന്നുകൂടെ ആ പൊടിയിലൊന്ന് മുക്കി ഇത് വീണ്ടും ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഈ പറാട്ട കൂടുതലും ഈ മസാലയൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്വയർ ഷേപ്പിലാണ് കൂടുതലും പറാട്ട കാണാൻ പറ്റുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടിലും ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പം ഈ സ്ക്വയർ ഷേപ്പിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സ്ക്വയർ വേണ്ടെങ്കിൽ റൗണ്ട് ആണെങ്കിലും ചെയ്യാം. നമുക്ക് രണ്ടിലും ടേസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. നമുക്ക് ഈ കല്ല് നന്നായിട്ട് ചൂടായതിന് ശേഷമേ നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കാവൂ. അപ്പം ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഈ കല്ലൊന്ന് ചൂടാക്കിയെടുത്തത്. എന്നിട്ട് ഞാൻ കുറച്ചായിരുന്നു, എന്നിട്ടാണ് ഈ ചപ്പാത്തി ഇട്ട് കൊടുത്തത്. ഇപ്പം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേന് ആ മാവിൻ്റെ ആ പച്ച മയം അങ്ങ് മാറിയിട്ടുണ്ട്. ഇനിയും നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ടൈം എടുക്കും ഇതൊന്ന് കുക്കായി വരാൻ. കാരണം കല്ല് ചൂടാൻ വേണ്ടിയാണ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടത്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ഈ വൈറ്റ് ഷെയ്ഡൊക്കെ വന്നില്ലേ, വൈറ്റ് ഷെയ്ഡ് വരുമ്പോഴത്തേന് നമ്മുടെ മാവിൻ്റെ മയമൊക്കെ അങ്ങ് മാറി. അപ്പോൾ ആ മാവിൻ്റെ ആ പച്ച ഇത് മാറി വരുമ്പോഴത്തേക്കിനാണ് നമ്മൾ ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഓയിൽ തേച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റും ആവും ചപ്പാത്തി, പിന്നെ ഒന്ന് വേഗം പൊള്ളി വരികയും ചെയ്യും. അപ്പോൾ ആ ടൈമിലേക്ക് അപ്പോൾ നമുക്ക് 2 സൈഡ് നമ്മൾ തേച്ച് കൊടുത്തു. അപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മൾ ഇതൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ല പെട്ടെന്ന് ഇത് തീ കയറി ഭയങ്കര പുകയൊക്കെ വരും. കണ്ടിപ്പോൾ കുറച്ച് പുകയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്, കാരണം നമ്മൾ ഈ ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ ഇനി ഇതൊന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഇത് കുക്കായി വരുന്നുണ്ട്. കണ്ട ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് ഇത്. അപ്പോഴത്തേന് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് നമുക്ക് ഈ പറാട്ട പൊള്ളി വരുന്നത്. നമ്മൾ ഈ നോർമൽ ചപ്പാത്തിയൊക്കെ കഴിച്ച് നമുക്ക് എപ്പോഴും ഭയങ്കര മടുപ്പ് വരും. അപ്പോൾ ഒരുപാട് കറിയുടെ ഒക്കെ ആവശ്യം വരും നമുക്ക്. അപ്പോൾ ഇതാകുമ്പം ഇടയ്ക്കൊരു ചേഞ്ച് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു മസാല ഇത് ഒരു ടൈപ്പാണ്. നമുക്ക് ഇതുപോലെ ഈ പറാട്ടയുടെ വെച്ചാൽ ഒരുപാട് ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളുടെ പറാട്ട റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ ഇത്. താങ്ക് യു.